Hello everyone, welcome back to another session on phonetics. Today we are going to discuss the syllable. Syllables ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോണറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സിലബിൾ എന്നുള്ളത്. So let's discuss what syllable is. So a syllable is a single unit of sound. Remember, it is the single unit of sound. Single ആണ് syllable എന്ന് പറയുന്നത്. Okay, single unitനാണ് syllable എന്ന് പറയുന്നത്. It is that part of a word which can be articulated as a unit. അതായത് നമ്മളൊരു വേർഡ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ യൂണിറ്റും ഓരോ സിലബിളായിട്ടാണ് പറയാം. ഓക്കെ, ചില വേർഡ്സിൽ ആകെ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് one syllable. Okay, and certain words have more than one syllable, so രണ്ടോ മൂന്നോ സിലബിൾ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ എന്താണ്, ബേസ്ഡ് ഓൺ ദിസ് സിംഗിൾ യൂണിറ്റ്, ഓരോ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പ്രൊനൗൺസ് ദ വേർഡ് മാൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മാൻ അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് മാൻ. ആൻഡ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ മാംഗോ എന്നുള്ള വേർഡിൽ മാങ് എന്നുള്ളത് ഒരു യൂണിറ്റും ഗൗ എന്നുള്ളത് അനദർ യൂണിറ്റും ആയിട്ടാണ് പറയുന്നത്. സോ അവിടെ രണ്ട് സിലബിൾസ് വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സിലബിൾ. ഒരു വേർഡിൻ്റെ സിംഗിൾ യൂണിറ്റ് ഓഫ് സൗണ്ടിനാണ് സിലബിൾ എന്ന് പറയുന്നത്. സോ എ വേർഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ സിലബിൾസ്. അതായത് ഒരു വേർഡ് ഒന്നോ അതിലധികമോ സിലബിൾസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദർ ഷുഡ് ബി എ മിനിമം വൺ സിലബിൾ. അപ്പോൾ ഒരു വേർഡിൽ മിനിമം ഒരു സിലബിൾ ഉണ്ടാവും. ഓക്കെ, അതിലപ്പുറവും സിലബിൾസ് അതിൽ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് മോണോസിലാബിക് വേർഡ്സ്. ഓക്കെ, സോ വേർഡ്സ് ഹാവിങ് ഓൺലി വൺ സിലബിൾ ആർ കോൾഡ് മോണോസിലാബിക് വേർഡ്സ്. അതായത് ഒരു സിലബിൾ മാത്രമുള്ള വേർഡ്സിനാണ് മോണോസിലബിക് അത് പറയുന്നത്. ഓക്കെ, മോണോ മീൻസ് സിംഗിൾ, വി നോ ദാറ്റ് മോണോ സിംഗിൾ. സോ മോണോസിലാബിക് മീൻസ് സിംഗിൾ സിലബിൾ. വേർഡ്സ് ഹാവിങ് ഓൺലി one syllable are called monosyllabic words. Okay, if you look at the example, teach, it is pronounced teach എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സിംഗിൾ സിലബിളാണ് ടീച്ച്. ഓക്കെ, അതായത് നമ്മൾ ഈ പഫ് ഓഫ് എയർ, അതായത് ലങ്സ് എന്ന് വരുന്ന പഫ് ഓഫ് എയർ ആണ് ഒരു സിലബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി, ടീച്ച്. ഓക്കെ, അപ്പോൾ സിംഗിൾ സിലബിളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ട്രീ അതൊക്കെ എന്താണ്, സിംഗിൾ പഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സിംഗിൾ സിലബിൾ. സോ വേർഡ്സ് ഹാവിങ് ഓൺലി വൺ സിലബിൾ ആർ കോൾഡ് മോണോസിലാബിക്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു വേർഡ് എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ സിലബിൾസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, മാൻ എന്ന് പറയുന്ന സമയത്ത് മാൻ, ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് in one syllable. Okay, so these are the examples of monosyllabic words. Now disyllabic words, that is words having two syllables each are called disyllabic words. Okay, di means two, adun thanne clear ആണ്, disyllabic having two syllables. So words having two syllables each are called disyllabic words. For example, appear. Okay, here ഈ ഹൈഫൺ മാർക്ക് ചെയ്തിട്ടുള്ള സിലബിൾ ഡിവിഷനാണ്. ഓക്കെ, സിലബിൾ ഡിവിഷൻ ഈസ് ഓഫൻ മാർക്ക്ഡ് ബൈ എ ഹൈഫൺ. ആൻഡ് ഹിയർ എന്നുള്ളത് ഒരു സിലബിളും പിയ എന്നുള്ളത് അനദർ സിലബിളാണ്. ഓക്കെ, പിയ എന്ന് കഴിഞ്ഞിട്ട് വേറെ പഫിലാണ് പിയ എന്നുള്ള സിലബിൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈസ് എ യൂണിറ്റ് ആൻഡ് പിയ അനദർ യൂണിറ്റ്. സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു സിലബിൾസ്. അപ്പിയർ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത പിയറിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പഫ് ഓഫ് എയർ. ഓക്കെ, അപ്പിയർ. ദെൻ അനദർ എക്സാമ്പിൾ, ബിഗിൻ. ഓക്കെ, ബി എന്നുള്ളത് എ സിലബിൾ, ഗിൻ അനദർ സിലബിൾ, ബിഗിൻ. ഓക്കെ, സോ ദീസ് ആർ ദ കോമ്പിനേഷൻസ് ഓഫ് ടു സിലബിൾസ് ഈച്ച്, രണ്ട് സിലബിൾസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദർ ആർ സോ മെനി അതർ വേർഡ്സ്. സോ വേർഡ്സ് ഹാവിങ് ടു സിലബിൾസ് ഈച്ച് ആർ കോൾഡ് ഡൈസിലാബിക് വേർഡ്സ്. ഡൈസിലാബിക് എന്ന് പറയുന്നത് രണ്ട് സിലബിൾസ് കൂടി ചേർന്നിട്ടുള്ള വേർഡ്സിനാണ് ഡൈസിലാബിക് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ട്രൈസിലാബിക് വേർഡ്സ്?
The meaning is clear. Tri means three. So words having three syllables each are called trisyllabic words. Okay, trisyllabic words എന്ന് പറയുന്നത് മൂന്ന് syllables ഉള്ള വേർഡ്സിനാണ് trisyllabic എന്ന് പറയുന്നത്. If you look at the example, you can understand the example. Relation. Okay, here re എന്ന് പറയുന്നത് a syllable, lay another syllable, shin എന്ന് പറയുന്നത് another syllable. So there are three syllables in this word relation. Re ഒരു പഫിലാണ്, lay another puff, and shin another പഫിലാണ് articulate ചെയ്യുന്നത്. So re is a single unit, lay another unit, shin another unit. So relation has got three units and so three syllables, and it is called trisyllabic word. Okay, relation. അതുപോലെ തന്നെയാണ് remarkable. Okay, remarkable. And suddenly. Okay, and these are the examples of trisyllabic. Remember, words having three syllables each are called trisyllabic words. So we discussed trisyllabic words having three syllables എന്ന് പറഞ്ഞു. So this trisyllabic also included in this category polysyllabic words. Poly means many എന്നുള്ളതാണ്. So polysyllabic means many syllables. അതായത് words having more than two syllables are called polysyllabic words. അതായത് രണ്ടിലധികം വരുന്ന സിലബിൾസ് ഉള്ള വേർഡ്സ് പോളിസിലാബിക് എന്നുള്ള കാറ്റഗറിയിൽ വരും. അത് സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞത് മൂന്നെണ്ണം വരുന്നത് ട്രൈ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, ജനറലി 2 or more ആർ കൺസിഡേർഡ് പോളിസിലാബിക്. ഓക്കെ, സോ വേർഡ്സ് ഹാവിങ് മോർ ദാൻ 2 syllables ആർ കോൾഡ് പോളിസിലാബിക്. അപ്പോൾ ട്രൈ എന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. So look at the examples. First one, cultivation. Okay, how many syllables are there? Cultivation. Kal syllable, t another syllable, way another syllable, shin another syllable. So this word consists of 4 syllables. 4 syllable ആണ് ഈ ഒരു വേർഡിൽ വരുന്നത്. ഓക്കെ, cultivation. Okay, kal a unit, t another unit, way another unit, and shin another unit. So cultivation has got 4 syllables. Okay, so this is an example of polysyllabic word. Okay, and another example, examination. Okay, this is the word that is articulated like this. So the first unit is ik, then examination. Okay, examination. So this word consists of 5 syllables each. Okay, so 5 syllables ആണ് ഇതിൽ വരുന്നത്. So this is also an example of polysyllabic. Okay, നേരത്തെ പറഞ്ഞ ട്രൈസിലാബിക്കിൽ വരുന്നതും ഈ പോളിസിലാബിക്കിൻ്റെ എക്സാമ്പിൾ ആണ്. So words having more than 2 syllables are called polysyllabic words. Okay, remember poly many എന്നുള്ളതാണ്. So രണ്ടിലധികം സിലബിൾസ് വരുന്ന വേർഡ്സിനെ പോളിസിലാബിക് എന്നാണ് പറയുന്നത്. സോ വി ഡിസ്കസ്ഡ് മോണോസിലാബിക്, ഡൈസിലാബിക്, trisyllabic and polysyllabic words. So we discussed syllable is the single unit of sound. A single unit of sound inaanu syllable ennu parayunne. And remember, a syllable is a natural division of speech. And the natural ആയിട്ട് വരുന്ന ഡിവിഷൻ ആണ് syllable എന്ന് പറയുന്നത്. അത് പ്രത്യേകം അതിനുള്ള റൂൾസ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത് there are no hard and fast rules regarding the division of words into syllables. അതായത് ഒരു വേർഡ് എത്ര സിലബിൾ ആവണം എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേക സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ നേച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ച്. നേച്ചുറൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഡിവിഷനാണ് എന്ത് സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ നേച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ച്. ആൻഡ് ആക്ച്വലി ഈച്ച് പഫ് ഓഫ് എയർ പുഷ്ഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഈസ് കൺസിഡേർഡ് ആസ് 1 syllable. നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് പഫ് ഓഫ് എയർ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലങ്സിൽ നിന്ന് പുറന്തള്ളുന്ന ഈച്ച് പഫ്, ഓരോ പഫും ഓരോ സിലബിൾ ആയിട്ടാണ് പറയുന്നത്. സോ ഈച്ച് പഫ് ഓഫ് എയർ pushed out of the lungs is considered as 1 syllable. So usually the number of vowel sounds in a word indicates the number of syllables. Actually
അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എത്ര സിലബിൾ ഉണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് പറയുന്നത് ദ നമ്പർ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ വേർഡ്. ഒരു വേർഡിൽ എത്ര വവൽ സൗണ്ട് ഉണ്ടോ അത്രയും സിലബിൾ ആയിരിക്കും ആ വേർഡ്സിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, യൂഷ്വലി ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ലുക്ക് അറ്റ് ദി വേർഡ് ടീച്ച്, നേരത്തെ പറഞ്ഞ മോണോസിലാബിക് എന്നുള്ള വേർഡാണ് ടീച്ച്. അവിടെ ആകെ വരുന്ന ഒരു വവൽ സൗണ്ട് എന്നുള്ളത് ഇ എന്നുള്ള സൗണ്ടാണ്. ഇ, ഇറ്റ് ഈസ് ദ ഓൺലി വവൽ സൗണ്ട്. അതുപോലെ തന്നെ ട്രീ എന്ന് പറയുന്ന സമയത്തും ഓൺലി ഇ കംസ് ദ. ഓക്കെ, സോ ഹിയർ ദർ ഈസ് ഓൺലി വൺ വവൽ സൗണ്ട്. അതിൽ ആ വേർഡിൽ ആകെ വരുന്ന ഒരു വവൽ സൗണ്ട് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് മോണോസിലാബിക്. ഒരു വവലാണെങ്കിൽ മോണോസിലാബിക്, ആ വേർഡിൽ രണ്ട് വവലുണ്ടെങ്കിൽ ഡൈസിലാബിക്, മൂന്നുണ്ടെങ്കിൽ ട്രൈസിലാബിക്, അല്ലെങ്കിൽ പോളിസിലാബിക്, അല്ലെങ്കിൽ നാല് അതിനനുസരിച്ച് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോളിസിലാബിക് എന്നുള്ള ക്ലാസിഫിക്കേഷനിലും പറയാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് vowel sounds in a word, you can understand how many syllables there in the word. Okay, so പിയ, ഇവിടെ നോക്ക്, ഒരു വവലാണ്. പിയ, ഇയ എന്നുള്ളത് അനദർ വവൽ. സോ രണ്ട് വവൽസ് ഉണ്ട്. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഡൈസിലബിക്. ഓക്കെ, ഡൈ ആണ് വരുന്നത്. സോ ലുക്ക് അറ്റ് ദി വേർഡ് റിലേഷൻ. ഹിയർ ഇ ഈസ് ദ, എ ഈസ് ദ. ഹിയർ ഷൻ എന്ന് പറയുന്ന സമയത്ത് ഷ് ആൻഡ് ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ എഴുതിയാലും റൈറ്റ് ആണ്. എന്നുള്ള വീക്ക് വവൽ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സോ ദിസ് ഈസ് അവിടെ എന്നുള്ള ഒരു വവലും വരുന്നുണ്ട്. സോ ദർ ആർ 3 vowels in the word, so it is divided into trisyllabic. ഓക്കെ, ട്രൈസിലാബിക് ആയിട്ടാണ് പറയുന്നത്. 3 സിലബിൾസ് ആണ് അവിടെ വരുന്നത്. സോ അതുപോലെ തന്നെ റിമാർക്കബിൾ, ഇ, ആൻഡ് ഇവിടെയും 3 സിലബിൾസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ട്രൈസിലബിക് അല്ലെങ്കിൽ പോളിസിലബിക്. ഓക്കെ, അതുപോലെ തന്നെ കൾട്ടിവേഷൻ, ടി എന്നുള്ള ഇ. ഓക്കെ, ദെൻ ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൗണ്ട് അതിൽ എന്നുള്ള സൗണ്ട് അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ 4 vowels, so it is divided into പോളിസിലാബിക്. ഓക്കെ, അവിടെ 4 സിലബിൾസ് വരുന്നു, അതുകൊണ്ട് അതും പോളിസിലാബിക്കിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ 4 വവൽ സൗണ്ട് വരുന്നു, അപ്പം 4 സിലബിൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇ, ദെൻ ഇ, എന്നുള്ള സൗണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. സോ എക്സാമിനേഷൻ. അപ്പോൾ എന്താണ്, ദർ ആർ 5 vowels in this word and so there are 5 syllables. Okay, 5 vowels വരുന്നു, അതുകൊണ്ട് it is divided into 5 syllables. So this is an example of polysyllabic. Okay, so this is the way we can understand the classification or the division of words into syllables. Okay, ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And there are no hard and fast rules regarding the division of words into syllables. അപ്പോൾ ഈ സിലബിൾ ഡിവിഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ദർ ഈസ് നോ ഹാർഡ് റൂൾസ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് എ നേച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ച്. അത് മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ വേർഡ്. അതായത് ഒരു വേർഡിൽ എത്ര വവലുണ്ടോ അത്രക്കും സിലബിൾ ആയിരിക്കും ആ വേർഡ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ആൻഡ് ദ സിലബിൾ ഡിവിഷൻ ഈസ് മാർക്ക്ഡ് വിത്ത് എ ഹൈഫൺ. ഒരു ഹൈഫൺ ആണ് സിലബിൾ ഡിവിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ ഇൻ ദിസ് എക്സാമ്പിൾസ് എന്നൊക്കെ മനസ്സിലാവും. കൾട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്തൊക്കെ സിലബിൾ ഡിവിഷൻ വരുന്നത് കാണിക്കുന്നത് ഒരു ഹൈഫൺ ആണ്. ഓക്കെ, ഇവിടെ ഹൈഫൺ വരുന്നുണ്ട്, അതുപോലെ ഇവിടെയും ഹൈഫൺ. ഓക്കെ, ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് എന്താണ്, യൂസിങ് എ ഹൈഫൺ. സോ ദിസ് ഈസ് called syllable. So we discussed what syllable is. Syllable is a single unit of sound. It is the natural division of speech. Actually each puff of air that is considered as a syllable, and a word is made up of one or more syllables, and words having only one syllable is called monosyllabic, and words having 2 syllables are called disyllabic, and words having 3 syllables are called trisyllabic, and words having 2 or more syllables are called polysyllabic. Okay, trisyllabic എന്നുള്ളത് polysyllabicലും വരും എന്നുള്ളത് മനസ്സിലാക്കുക. And there is no hard and fast rule regarding the division of speech into syllables. And
ഇറ്റ് ഈസ് ദി നേച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ വേർഡ്, ഒരു വേർഡിലെ എത്ര നമ്പർ ഓഫ് വവൽസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും സിലബിൾ വരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് സിലബിൾസ് ആൻഡ് I hope all of you followed me. That's all about syllables. Thank you very much.